ഓക്കെ. അപ്പോൾ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി കുറേ സെക്ഷൻസൊക്കെ നോക്കി, പക്ഷെ ഓർമ്മ ഉണ്ടാവുമെന്ന് ടെൻഷൻ, ഓർമ്മയില്ല പല ഭാഗങ്ങളും, എല്ലാം കൂടി ഒരു ടെൻഷനിലായിരിക്കും പല കുട്ടികൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇതുവരെ പല സെക്ഷൻസും പഠിച്ചു പക്ഷെ ഓർമ്മ നിൽക്കുന്നില്ല, ഇനി കുറേയൊക്കെ പഠിക്കാനുണ്ട്, കുറേ ഉണ്ട്, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ടെൻഷൻ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, കൂടുതൽ തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള, ഫിസിക്സ് പരീക്ഷയ്ക്ക് മോഡലിന് ചോദിച്ചിട്ടില്ല, സോ ഇനി പബ്ലിക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ 1 മാർക്ക് വരുന്നുണ്ട്, 2 മാർക്ക് വരുന്നുണ്ട്, ഡെറിവേഷൻസ് വരുന്നുണ്ട്. വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞു, ഒന്ന് റിവൈസ് ചെയ്യണം എന്നുള്ളവരും, അതുപോലെ പല സെക്ഷൻസ് ഓർമ്മയില്ല ഇനിയും പഠിക്കാനുണ്ടെന്നുള്ളവരൊക്കെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിച്ചിരിക്കുക, ഒപ്പം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ കുറേ ടെൻഷൻ അടിച്ചിരിക്കാതെ കൂളായിട്ട് ഇരുന്ന് പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ടെൻഷൻ മാറ്റി വെച്ച് അത് നന്നായി പഠിക്കുക. അത് വരും എന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ? ഒരു എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. 1 മാർക്കാണ് അതിന് കിട്ടുക. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചോളൂ, എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സി ജനറേറ്റർ. എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ് 3 മാർക്കിനെ ചോദിച്ചിട്ടുള്ളത്, 1 മാർക്കിനല്ല. അപ്പം നമ്മൾ അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു എ സി ജനറേറ്ററിൻ്റെ ഡയഗ്രാം വരയ്ക്കാം, അതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് എ സി ജനറേറ്ററിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി നീറ്റായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. എനിക്ക് വരയ്ക്കാൻ അത്ര പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് ഇതാണ് സംഭവം. ഒരു എ സി ജനറേറ്ററിൻ്റെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു നോർത്ത് പോള്, സൗത്ത് പോള്, 2 മാഗ്നറ്റുകളാണ്, 2 അറ്റത്തുണ്ട്. അതിൻ്റെ ഉള്ളൊരു കോയിലുണ്ട്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡാണ് ബി, ഏരിയ ആണ് എ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് ഒമേഗ, ഇവിടുത്തെ ആംഗിൾ തീറ്റ. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. 2 പോള്, 2 മാഗ്നറ്റിക് പോള്, 2 കാന്തം, മാഗ്നറ്റിക് പോള്, അതിൻ്റെ ഉള്ളിൽ കോയിലുണ്ട്, റെക്റ്റാങ്കുലർ കോയിൽ. നമ്മളതിന് ആർമേച്ചർ കോയിൽ എന്നാണ് പറയുക. നടുവിൽ കൂടി ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്. ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ്, എ ഏരിയ ആണ്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് ഒമേഗ, ആംഗുലർ സ്പീഡ് ഒമേഗ കേട്ടോ. അപ്പോൾ ഡയഗ്രാം പറഞ്ഞു, നമുക്കിതിന് എക്സ്പ്ലനേഷൻ നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ. അതിൻ്റെ ഉള്ളിലൊരു കോയിലുണ്ട്. ഒരു എ സി ജനറേറ്ററിൻ്റെ ഉള്ളിൽ, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കറങ്ങി കറങ്ങി ഈ സാധനം, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കോയിൽ കറങ്ങി കറങ്ങി നമുക്ക് കറണ്ട് പുറത്തേക്ക് തരികയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കറങ്ങുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം കറങ്ങി കറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആർമേച്ചർ കോയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. അതിനെ നമുക്ക് എന്താക്കി തരും, കറണ്ടാക്കിയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി തരുന്നൊരു ഡിവൈസാണ് എ സി ജനറേറ്റർ. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു കോയിലുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ആർമേച്ചർ കോയിൽ. ഈ കോയിൽ എന്താ ചെയ്യുക, ദിസ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ മാഗ്നറ്റ്. മാഗ്നറ്റുകൾക്കിടയിൽ ഈ കോയിൽ വെച്ചിട്ടുണ്ടാവും. ആസ് ദ കോയിൽ റൊട്ടേറ്റ്, ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ ചേഞ്ചസ്. അപ്പോൾ 2 മാഗ്നറ്റ്, അതിനുള്ളിൽ കോയിൽ, ഈ കോയിൽ കറങ്ങുമ്പോൾ എന്താ ചേഞ്ച് ആവുക, ഫ്ലക്സ് ചേഞ്ച് ആകുന്നു, EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഇതാണ് സംഭവം. അപ്പോൾ ഒരു ഓർഡർ ഇങ്ങനെയാണ്, കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, കോയിൽ കറങ്ങുന്നു, അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ആകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്നു. എവിടെയെങ്കിലും ഫ്ലക്സ് ചേഞ്ച് ആയാൽ അപ്പം തന്നെ നമുക്ക് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് സംഭവം. ഇതാണ് നമ്മളൊരു പാരഗ്രാഫായിട്ട് എഴുതിയത്. അപ്പോൾ എന്തൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ, ഇതിപ്പോൾ ഡയഗ്രമായി, ഇതിൻ്റെ വർക്കിങ്ങും ആയി. ഇനി സപ്പോസ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഡെറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എൻ എ സി ജനറേറ്റർ എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡെറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ്, ഇവിടെ എത്രത്തോളം EMF ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. ഡെറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആൻ എ സി ജനറേറ്റർ എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴാണ് ഉണ്ടാവുക, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ, അല്ലേ, കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോഴാണ് EMF ഉണ്ടാവണേ.
അപ്പോൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫ്ലക്സ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ d∅dt ആണ്. ഫ്ലക്സ് ചേഞ്ച് ആയി എന്ന് എവിടെ നമുക്ക് പറഞ്ഞാലും അറിഞ്ഞിരിക്കുക -d∅dt ആണ് EMFൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദ്യം. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ എക്സ്പ്രഷൻ എന്താണ്? -d∅dt. സോ -d/dt ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ അത് B.A ആണ്, അറിഞ്ഞിരിക്കണം കേട്ടോ. B.A ആണ് ഫൈയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കതിവിടെ സൈഡിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക. ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, അതിൻ്റെ ഇക്വേഷൻ B.A ആണ്. ഈ ഡോട്ട് മാറ്റി നമുക്ക് കോസ് തീറ്റ എന്ന് കൊടുക്കാം. എവിടെ നമുക്ക് ഈ ഡോട്ട് പ്രൊഡക്റ്റ്, ഈ ഡോട്ട് മാറ്റിയാൽ അപ്പോൾ അവിടെ കോസ് തീറ്റ എന്ന് വരും. ഇനി കോസ് തീറ്റ, ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണ്. തീറ്റയുടെ വാല്യൂ ഇവിടെ ω t ആണ്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന്, ഇവിടെയാണ് തീറ്റ വരുന്നത്. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ ω × t ആണ് കേട്ടോ, ω t അറിഞ്ഞിരിക്കുക. സോ BA cos ω t നമുക്ക് വരും. ഇനി ഇവിടെ n ടേൺസ് ഉണ്ട്, n നമ്പർ ഓഫ് ചുറ്റുകൾ ഉണ്ടെങ്കിൽ എന്നും കൂടി വരും. സോ NBA cos ω t എന്ന് വരും. ഇതാണ് ഫ്ലക്സ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഫ്ലക്സ് B.A ആണ്. ഡോട്ട് മാറ്റിയാൽ കോസ് തീറ്റ എന്താണ്? ω t ആണ്. സോ കോസ് തീറ്റ എന്നുള്ളത് കോസ് ω t ആവും. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NBA cos ω t ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ ഇൻഡ്യൂസ്ഡ് EMF -d/dt ഓഫ് ഫൈ എന്നാണ്. ഫൈ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? NBA cos ω t എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എല്ലാ കോൺസ്റ്റൻറ്റുകളെയും പുറത്തേക്ക് എടുക്കാം. എന്നും ബിയും എയും ഒക്കെ പുറത്തേക്ക് എടുത്താൽ d/dt ഓഫ് cos ω t എന്ന് വരും. എന്നും ബിയും എ ഒക്കെ പുറത്ത് പോയി d/dt ഓഫ് cos ω t. cos ω tയുടെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ചോദിക്കണേ. അത് ഇൻഡ്യൂസ്ഡ് EMF -NBA. കോസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് -sin ω t ആണ് കേട്ടോ. ഇൻറ്റു ഒരു ഒമേഗയും കൂടി വരും, പഠിച്ചു വയ്ക്കുക. കോസ് ω tയുടെ ഡെറിവേറ്റീവ് എന്താണ്? -sin ω t വരും. കോസ് എന്നുള്ളത് -sin ആവും, ഇൻറ്റു ഒരു ഒമേഗയും കൂടി വരും. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMF മൈനസും കൂടി പ്ലസ് ആയിട്ട് NBA sin ω t എന്നായി. ഈ ഒമേഗയെ നമുക്കിത് ഇവിടെ ഈ ഫ്രണ്ടിലേക്ക് ഇടാം. NBA ω sin ω t. ഓക്കെ, അപ്പോൾ മൈനസും കൂടി പ്ലസ് ആയി. ഈ ഒമേഗ ഇതാ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ NBA ω sin ω t. ഇതിന് മൊത്തത്തിൽ നമുക്ക് E0 എന്ന് പേര് കൊടുത്താൽ E0 sin ω t എന്നായി. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എൻ AC ജനറേറ്റർ. EMF E0 sin ω t. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കണം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ d∅dt ആണ്. ഫൈ B.A ആണ്. ഡോട്ട് മാറ്റുമ്പോൾ കോസ് തീറ്റയ്ക്ക് ω t. n ടേൺസ് ഉണ്ടെങ്കിൽ NBA cos ω t. അത് നമ്മളിത് ആ ഫൈയുടെ അവിടെ ഇട്ട് കൊടുത്തു. -d∅dt ഫൈ ഇട്ട് കൊടുത്തു. കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. കോസിൻ്റെ ഡെറിവേറ്റീവ് -sin ω t ഇൻറ്റു ഒമേഗയാണ്. ആ ഒമേഗയെ നമുക്കിത് ഫസ്റ്റിലേക്ക് ഇട്ടാൽ ഇത് മൊത്തം E0 എന്ന് പേര് കൊടുക്കാം. സോ ഇൻഡ്യൂസ്ഡ് EMF E0 sin ω t. അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എൻ AC ജനറേറ്റർ. അപ്പോൾ AC ജനറേറ്ററുമായി ചോദിക്കുന്ന എല്ലാ സെക്ഷൻസും നമ്മളിപ്പോൾ പഠിച്ചു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, എല്ലാവരും കിട്ടേണ്ടില്ലേ നോക്കണം കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കുറേ പേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, എല്ലാ കൊല്ലവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പേപ്പറിലും ചോദിക്കുന്ന ഒന്നാണ് ഗോസസ് ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മോഡലിന് വരാത്ത, പബ്ലിക്കിന് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഗോസസ് ലോ? 2 മാർക്കാണ് കിട്ടുക. വാട്ട് ഈസ് മെൻ ബൈ ഗോസിയൻ സർഫസ്? എന്താണ് ഗോസിയൻ സർഫസ്? 1 മാർക്ക്. പിന്നെ യൂസിങ് ദ ഗോസസ് ലോ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഒരു ഷെല്ലിലെ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ, ഒരു സ്ഫെറിക്കൽ ഷെല്ലെടുക്കുക, അതിൻ്റെ പുറമെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇത് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ആണ്. ഗോസസ് ലോയുടെ 3ാമത്തെ അപ്ലിക്കേഷനാണ് സ്ഫെറിക്കൽ ഷെൽ. അതിൻ്റെ ഔട്ട്സൈഡാണ് ചോദിച്ചത്. ചിലപ്പോൾ നമുക്ക് ഇൻസൈഡ് ചോദിക്കും, ഔട്ട്സൈഡ് ചോദിക്കും, ഓൺ ചോദിക്കും. 3 സെക്ഷനായിട്ട് ചോദിക്കാം. ഇതിപ്പോൾ ഔട്ട്സൈഡ് മാത്രമാണ്, നമുക്ക് ആ 3 നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. മൊത്തത്തിൽ നമുക്കൊരു 6 മാർക്കിൻ്റെ ചോദ്യമാണിത്.
അപ്പോൾ ആദ്യം എന്താണ് ഗോസസ് ലോ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആരാണ്? ഇ ഡോട്ട് ഡി എസ് ആണ്. ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/ε0 ടൈംസ് ദ ചാർജ്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ ഡെഫിനേഷൻ പഠിക്കണം, ഈ ഇക്വേഷനും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പേപ്പറിലും ഇത് വരാറുണ്ട് കേട്ടോ. ഇനി എന്താ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഗോസസിലും എന്താണെന്ന് എഴുതുക. ഇനി വാട്ട് ഈസ് മെൻ ബൈ ഗോസിയൻ സർഫസ്? എന്താണ് ഗോസിയൻ സർഫസ്? ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ദ സർഫസ് വി ചൂസ് ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സർഫസ് ആണ് ഗോസിയൻ സർഫസ്. ദ സർഫസ് വി ചൂസ് ഫോർ ദ അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഗോസസ് ലോയുടെ അപ്ലിക്കേഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന സർഫസ് കേട്ടോ. ഇനി നമുക്ക് ആ ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്സൈഡ് നോക്കാം. ഇവിടെ ഔട്ട്സൈഡ് ദ ഷെല്ലാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് ഔട്ട്സൈഡ്. അപ്പോൾ ഇൻസൈഡോ ഏത് ചോദിച്ചാലും നിങ്ങൾ ഇതെന്തായാലും എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു തിൻ സ്ഫെരിക്കൽ ഷെല്ല് എടുക്കാം. അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ എന്നാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്സൈഡാണ് ഇവർ പറഞ്ഞത്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ചോദിക്കണേ. ഓക്കെ, ഈ ഭാഗത്ത് ഔട്ട്സൈഡ് ദ സ്ഫെരിക്കൽ ഷെൽ, ഈ സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ പുറമെ എന്താണ്? അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് നമ്മൾ മറ്റൊരു സ്ഫിയർ വരയ്ക്കാം. നമ്മളതിനെ മൂടണം. ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ഗോസസ് ലോ എന്നുണ്ട്, യൂസിങ് ഗോസസ് ലോ. ഗോസസ് ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മൂടി വെക്കണം. സോ അതാണ് നമ്മളിതിനെ ഈ പോയിന്റിൽ വെച്ച് മൂടി വെച്ചു. സോ ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് ആർ, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഉള്ളിലുള്ളതിൻ്റെ സ്മോൾ ലെറ്റർ ആറും പുറമേ ഉള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആറും ആണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഗോസസിൽ എഴുതുക. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഈ പുറത്തേക്ക് എടുക്കാം. ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂസിങ് ഗോസസ് ലോ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ചോദ്യം. ഇലക്ട്രിക് ഫീൽഡാണ് ഇ. ഇതാണ് കണ്ടുപിടിക്കേണ്ട ഒരു ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ കേട്ടോ. അപ്പോൾ ഈ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വരും. ഇനി 1/ε0 ഇൻറ്റു ക്യൂ. ക്യൂവിൻ്റെ ഇക്വേഷൻ സിഗ്മ എ ആണ്. അറിഞ്ഞിരിക്കുക, പഠിച്ചു വയ്ക്കണം. ഒരു സ്ഫെരിക്കൽ ഷെല്ലാണെങ്കിൽ അതുപോലെ ഷീറ്റൊക്കെ വന്നാൽ, പ്ലെയിൻ ഷീറ്റോ സ്ഫെരിക്കൽ ഷെല്ലോ ഒക്കെ വന്നാൽ അതിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ എ ആണ് കേട്ടോ. പഠിച്ചു വയ്ക്കണേ. ഇനി ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ. ഇനി നമുക്കിവിടെ ഇൻ്റഗ്രൽ ഡി എസ് വേണം. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചിട്ടാണോ മൂടുന്നത് അതിൻ്റെ സർഫസ് ഏരിയ. ഇപ്പോൾ നമ്മളിതാ ഈ റെഡ് കളറിൽ, ഇതാണ് നമ്മുടെ ആള്. ഇതിനെ നമ്മൾ മൂടാൻ ഉപയോഗിച്ചത് ഈ റെഡ് കളറുള്ള സ്ഫിയറാണ്. അതിൻ്റെ സർഫസ് ഏരിയ ആണ് കൊടുക്കേണ്ടത്. അത് 4πR² ആണ്. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ലേ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ 4πR². ഈ 1/ε0 ഇൻറ്റു സിഗ്മ എ. എ എന്ന് പറഞ്ഞാൽ ഏരിയ. നമ്മളെടുത്ത സ്ഫിയർ സ്മോൾ ലെറ്റർ ആർ ആണ്. സോ 4πR² എന്നാണ് വരിക. അപ്പോൾ രണ്ട് ഭാഗത്ത് 4πR² എന്ന് വരും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് മൂടാൻ ഉപയോഗിച്ച ആളുടെ വലിയ ആറ് കൊടുക്കുക, വലുതിൻ്റെ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ചെറുതിൻ്റെ. ഇവിടുത്തെ ആൾ നമ്മുടെ തിൻ സ്ഫെരിക്കൽ ഷെല്ല്, നമ്മൾ കയ്യിലെടുത്ത സ്ഫെരിക്കൽ ഷെല്ലിൻ്റെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടറിഞ്ഞിരിക്കുക. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂടാൻ ഉപയോഗിച്ച വലുത്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് നമ്മുടെ സ്ഫെരിക്കൽ ഷെൽ, ആ ചെറിയ സ്ഫെരിക്കൽ ഷെൽ. എന്നിട്ട് 4π ക്യാൻസൽ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1 ഇൻറ്റു സിഗ്മ/ε0. ഇവിടെ ഒരു സ്മോൾ ലെറ്റർ R² വരും. താഴെ നമുക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ R² താഴത്തേക്കും പോകും. ഇങ്ങനെയാണ് ഇത് വരിക. നമ്മളിപ്പോൾ എടുക്കുന്നതിനനുസരിച്ച് ഇത് മാറും. അപ്പോൾ നമ്മളെടുത്തത് ചെറുതിൻ്റെ സ്മോൾ ലെറ്റർ ആറും വലുതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആറാണ്. അപ്പോൾ മുകളിൽ വരിക ചെറുതിൻ്റെ, താഴെ വലുതിൻ്റെ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്മോൾ ലെറ്റർ R² ക്യാപിറ്റൽ ലെറ്റർ R² എന്നാണ് നമുക്കിവിടെ വരിക. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗോസസിലും എഴുതുക. നമ്മളെടുത്തതിൻ്റെ സ്മോൾ ലെറ്റർ ആറ്, മൂടാൻ ഉപയോഗിച്ചത് ക്യാപിറ്റൽ ലെറ്റർ ആറ്.
അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മൂടാൻ ഉപയോഗിച്ചതിൻ്റെയാണ്. എന്ത് പുറമേ ഉള്ള ആളുടെ ഇവിടെ കൊടുക്കുക 4π ക്യാപിറ്റൽ R സ്ക്വയറിന് കൊടുക്കുക. ഇനി മറ്റാളുടെ 4π സ്മോൾ ലെറ്റർ R ഇതിനെ താഴത്തേക്ക് ഇട്ടാൽ ഇലക്ട്രിക്, ഇതാണിപ്പോൾ ഔട്ട്സൈഡ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ. ഇത് നമ്മളോട് സപ്പോസ് ഇൻസൈഡ് ചോദിക്കുകയാണ്, ഒരു അടുത്ത സെക്ഷനായിട്ട് ഇൻസൈഡ് ദ ഷെല്ല് ചോദിച്ചാൽ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് എഴുതാം, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനി മൂന്നാമത്തെ എന്താണ്, ഓൺ ദ ഷെല്ല് ചോദിക്കാം. ഈ ഷെല്ലുമ്മൽ എന്താണ്, അതായത് പുറത്തൊന്നും എടുക്കണ്ട, നമ്മളെടുത്ത സ്മോൾ ലെറ്റർ ആറില്ലേ അതുമ്മ തന്നെ എന്താണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ തന്നെ എഴുതണം. ഓൺ ദ ഷെൽ മാത്രം ചോദിച്ചാലും ഇതൊക്കെ നിങ്ങൾ എഴുതുക. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് നമുക്കിപ്പോൾ കിട്ടിയത് എന്താ, σ/ε0 സ്മോൾ ലെറ്റർ R സ്ക്വയർ R സ്ക്വയർ. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ പുറമെ വേറെ ആരുമില്ല, ഒക്കെ സെയിം ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ σ/ε0 R സ്ക്വയർ R സ്ക്വയർ എന്നാണ് വരിക. നമ്മൾ എടുത്തതും സ്മോൾ ലെറ്റർ R ആണ്, നമ്മൾ മൂടാൻ ഉപയോഗിക്കുന്നതും അത് തന്നെയാണ്, ഓൺ അതുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വെട്ടിപ്പോയിട്ട് σ/ε0 എന്നാണ് ഓൺ ദ ഷെല്ല് വരിക. അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. An EMF is induced in a coil due to change in magnetic flux in the same coil. അതായത് ഒരു EMF ഉണ്ടാകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ EMF ഉണ്ടാകുന്നു അതേ കോയിലിൽ. ഇതാണ് ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഡാഷ്. എന്താണ്, സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേര് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് കേട്ടോ. ഇനി ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻഡക്ടറിൻ്റെ എനർജി സ്റ്റോർഡ് എന്താണ്, ഇതിനു വേണ്ടി എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറാണ് ചോദ്യം. അപ്പോൾ എനർജി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കേസിൽ നമ്മുടെ എനർജി ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുക വർക്ക് ഡൺ ആണ്. എനർജി ചോദിച്ചാൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുക. ആ വർക്കാണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ആവുക. നമ്മൾ അവിടെ ചെയ്ത വർക്കും ഒരു എനർജിയാണ്. സോ വർക്കിൻ്റെ ഇക്വേഷൻ, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ dW = EMF. അവിടെ ഉണ്ടായി EMF × I/dt ആണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. അറിഞ്ഞിരിക്കുക EI/dt കേട്ടോ. സോ dW = ഇവിടെ ഉണ്ടാകുന്ന EMF ഒരു ഇൻഡക്ടറിൻ്റെ ആണ് ചോദിക്കുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിൻ്റെ EMFൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. EMF ഒരു ഇൻഡക്ടർ ആണെങ്കിൽ ആ ഇൻഡക്ടറിൻ്റെ EMFൻ്റെ ഇക്വേഷൻ LdI/dt ആണ്. അറിയാത്തവർ പഠിച്ചു വയ്ക്കുക. ഒരു ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന EMFൻ്റെ ഇക്വേഷൻ LdI/dt. അപ്പോൾ EMF ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ആരുണ്ട്, ഒരു I ഉണ്ട്, dt ഉണ്ട്. ഇവിടെ dt ക്യാൻസൽ ചെയ്താൽ dW = L വരും, I വരും, diയും വരും. ബാക്കിയുള്ളതൊക്കെ ഞാൻ എഴുതി LA/IA/dt, di. സോ ടോട്ടൽ വർക്ക് കാണാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, LI/DIനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ L പുറത്തേക്ക് വരും. L പുറത്തേക്ക് വന്നിട്ട് ഇൻറ്റഗ്രേഷൻ്റെ ഉള്ളിലെ I/DI എന്നാണ് വരിക. അപ്പോൾ വർക്ക് = L ഇൻറ്റഗ്രൽ I/DI. നമ്മൾ മാത്സിൽ ഇൻറ്റഗ്രേഷൻ പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇൻറ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ x/dx I/DI എന്നൊക്കെ വന്നാൽ അതിൻ്റെ വാല്യൂ I²/2 ആണ്. പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മാത്സിൽ ഇൻറ്റഗ്രേഷൻ പഠിക്കുന്നുണ്ട്, അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇൻറ്റഗ്രൽ I/DI എന്നാണ് വന്നിട്ടുള്ളത്. ഇൻറ്റഗ്രൽ I/DIയുടെ വാല്യൂ I²/2 ആണ്. സോ ഇവിടുത്തെ വർക്ക് എനർജി കിട്ടി. 1/2 നീക്കി എഴുതിയാൽ Li², ഹാഫ് Li² ആണ് എനർജി. ഇതാണ്, ഈ ഒരു വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി V = എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. ഈ കിട്ടിയ വർക്ക് തന്നെയാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. V = ഹാഫ് Li². കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. വർക്കിൻ്റെ ഇക്വേഷൻ EMF LdI/dt ആണ്. ഇൻഡക്ടറിൻ്റെ EMF I/dt കൊടുക്കുക. dt ക്യാൻസൽ ചെയ്താൽ LI/DI. അത് സ്മോൾ ആണ്, ടോട്ടൽ കാണാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. L പുറത്തേക്ക് എടുക്കുക, ഇൻറ്റഗ്രേഷനുള്ളിൽ I/DI. ഇതിൻ്റെ വാല്യൂ I²/2 ആണ്. അപ്പോൾ ഹാഫ് Li² ആണ് വർക്ക് എനർജി. അതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് വെച്ച് ന്യൂമറിക്കൽസ് ചോദിക്കാം. ഞാൻ ഓൾറെഡി ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. സോ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ കിട്ടി ഹാഫ് Li². ഇത് ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്താ, ഹാഫ് Li². ഇൻഡക്ടർ ആണെങ്കിൽ എനർജി ഹാഫ് Li² ആണ് കേട്ടോ. കപ്പാസിറ്റർ ആണെങ്കിൽ ഹാഫ് CV² ആണ്.
മറക്കരുത്. കപ്പാസിറ്ററിൻ്റെ ഹാഫ് CV² ഇൻഡക്ടറിൻ്റെ ഹാഫ് LI² ആണ്. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടറിൻ്റെ ഹാഫ് LI². L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ആണ്, I കറണ്ട് ആണ് കേട്ടോ, മറക്കണ്ട. ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ കാണാം, സമയമുള്ളവർ കാണാം. അതിൽ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്? ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണ്? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൈയാണ്, അത് നെഗറ്റീവ് ആയിരിക്കും. അറിഞ്ഞിരിക്കുക. ഡയാ പാരാഫെറോ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. മോഡലിൽ ചോദിച്ചു എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവാണ്. ഇനി എ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ട്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി എന്താണ് പഠിച്ചു വയ്ക്കുക. MB cos θ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ കേട്ടോ. ഒരു മാഗ്നറ്റിക് ഡൈപോൾ എടുത്താൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി MB cos θ. What are the conditions for the potential energy to be maximum and minimum? എപ്പോഴാണ് ഇത് മാക്സിമം ആവുക, എപ്പോഴാണ് ഇത് മിനിമം ആവുക? അപ്പോൾ കോസ് തീറ്റയാണ്. തീറ്റ 0 ആയാൽ കോസ് 0 1 ആണ്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × MB എന്നാവും. സോ അതാണ് മിനിമം കേസ്. മാക്സിമം എന്ന് പറഞ്ഞാൽ തീറ്റ 180 ആവും. അപ്പോൾ ഇതറിഞ്ഞിരിക്കുക. മിനിമം ആവണമെങ്കിൽ തീറ്റ 0 കൊടുക്കുമ്പോൾ, മാക്സിമം ആവണമെങ്കിൽ തീറ്റ 180 കൊടുക്കുമ്പോൾ കേട്ടോ. ആ സെക്ഷൻ അറിഞ്ഞിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഈസ് ഇറ്റ് എ സ്കേലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് സ്കേലാർ ആണോ വെക്റ്റർ ആണോ ഇതൊക്കെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ്. ഓക്കെ, 2 ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ആണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ആ ഡൈപോളിൻ്റെ ലെങ്ത്തും ആ ചാർജും, അപ്പോൾ 2aയും qവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കേട്ടോ. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താ? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂ ചെയ്യുക ആരെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജും ഡൈപോളിൻ്റെ ലെങ്ത്തും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കുക, നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതിന് കുറേ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം ഇലക്ട്രിക് ഫോഴ്സിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ N എന്ന് കൊടുത്താൽ മതി. ഇതുപോലെ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ചോദിക്കാം 1 മാർക്കിനൊക്കെ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? കൂളോംബ് എന്നാണ് പറയുക. കൂളോം, അത് C. ഇനി ചിലപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ ന്യൂട്ടൺ പെർ കൂളോംബ് യൂണിറ്റ് കേട്ടോ. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റും അറിഞ്ഞിരിക്കണം. അത് കൂളോംബ് മീറ്റർ എന്നാണ്, cm. ഇനി ഇലക്ട്രിക് ഫ്ലക്സ്, ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളോംബ് മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. n(c⁻⁻1m²). ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഇലക്ട്രിക് ചാർജ് ക്യൂവിൻ്റെ യൂണിറ്റ് കൂളോംബ്, c എന്ന് കൊടുത്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പിയുടെ യൂണിറ്റ് കൂളോംബ് മീറ്റർ. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് മീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്? അത് P ആണ്. P = 2aq. അത് സ്കേലാർ ആണോ വെക്റ്റർ ആണോ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. അതിൻ്റെ യൂണിറ്റ് കൂളോംബ് മീറ്റർ, cm. ഇനി അവിടെ നമുക്കൊരു ചോദ്യം കൂടിയുണ്ട്.
ഒരു ഡെറിവേഷനാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ടോർക്കാണ് ചോദിക്കണേ, ഡൈപോൾ. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഒരു ഡൈപോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടോർക്ക് എന്താണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കണം, അതിലേക്ക് നമ്മളൊരു ഡൈപോൾ കൊണ്ടുപോയി വെക്കണം, അവിടുത്തെ ടോർക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുക. ഇതാ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണിത്. ചെറിയ ഡെറിവേഷനാണ്. ഇതിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇ എന്ന് കൊടുത്തു, ഇലക്ട്രിക് ഫീൽഡാണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിലേക്ക് ഒരു ഡൈപോൾ കൊണ്ടുവയ്ക്കണം. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് -q + q. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. അപ്പോൾ ഇതിന് മുകളിലേക്കും ഒരു ഫോഴ്സ് ഉണ്ടാവും QE എന്ന് പറഞ്ഞാൽ +QE. താഴത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും -QE. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആംഗിൾ തീറ്റ. അപ്പോൾ ഇവിടെ 2a sin തീറ്റ. ഇതിങ്ങനെ വരച്ച് വെക്കണം, ഡയഗ്രം നിർബന്ധമാണ്. ഇവിടുത്തെ ടോർക്കാണ് ചോദ്യം. എന്താ ടോർക്ക്? ചോദ്യം എന്താ? ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ. ഒരു ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ, അവിടുത്തെ ടോർക്കാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, അറിഞ്ഞിരിക്കുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഫോഴ്സ് ഏതെങ്കിലും ഒന്ന് എടുക്കുക, +QEയോ -QEയോ എടുക്കാം. നമുക്ക് QE എന്ന് എടുക്കാം, ഫോഴ്സിൻ്റെ അവിടെ QE. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ എഴുതാം. F ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE ആണ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാ? ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2a sin തീറ്റ. ഇതൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. ഫോഴ്സിൻ്റെ അവിടെ QE, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാ? 2a sin തീറ്റ. ഇനി ഇവിടെ 2AQ എന്നുണ്ട്. അതാരാ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 2a × Q എന്ന് പറഞ്ഞാൽ അത് P ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. നേരത്തെ ഞാൻ നമ്മുടെ ഡെഫിനേഷൻ ചോദിച്ചു. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ് P, അത് 2AQ ആണ്. അപ്പോൾ 2AQന് ഇവിടെ P കൊടുത്താൽ PE sin തീറ്റ. ഇതാണ് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, sin തീറ്റ മാറ്റി എഴുതാം. അപ്പോൾ P × E എന്ന് വരും. ഇങ്ങനെ എഴുതാം. അപ്പോൾ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്താ? P × E. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക് ആക്ടിങ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് എപ്പോഴാണ് മാക്സിമം ടോർക്ക് ആവുക? വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക് ആക്ടിങ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ. അതായത് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടി, ടോർക്ക് = PE sin തീറ്റ. ഇത് എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് ചോദിക്കണം. ഇത് മാക്സിമം ആവുന്നത് തീറ്റ = 90 ഡിഗ്രിയിലാണ് കേട്ടോ. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മാക്സിമം ആവും എന്ന് കൊടുക്കാം. ഇനി എപ്പോഴാണ് മിനിമം ആവുക? തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ ടോർക്ക് 0 ആവും, അത് മിനിമം, അറിഞ്ഞിരിക്കുക. അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ മാക്സിമം ആവുക 90 ആകുമ്പോൾ, മിനിമം ആവുക 0 ആകുമ്പോൾ. അപ്പോൾ ഈ ഡെറിവേഷൻ അറിഞ്ഞിരിക്കുക, ഒന്ന് എഴുതി നോക്കുക, ചോദിക്കാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണ്? അതാണൊരു ചോദ്യം. വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ ആദ്യം ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണെന്ന് നോക്കാം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണ്? നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫസ് ഈസ് 0. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ല. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണെന്ന് ചോദിച്ചാൽ അതിതാണ്. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് B.ds ഓൺ എനി ക്ലോസ് സർഫസ് ഈസ് 0. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് ചോദിച്ചാൽ കേട്ടോ. ഇനി എന്താ? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ μr. പെർമിയബിലിറ്റി ആണ് മ്യൂ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ μr. ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് psi അല്ലെങ്കിൽ chi എന്ന് പറയും. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ അത് ഇതാണ്. μr = 1 + chi. അറിഞ്ഞിരിക്കുക, റിലേഷൻ ബിറ്റ്വീൻ μr ആൻഡ് chi, പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കേട്ടോ. ഇതാണ്, ഇത്ര എഴുതണ്ടുള്ളൂ. ഇത് 5ാമത്തെ പാഠമാണ്. അതിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. അതിൻ്റെ ഇക്വേഷൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ബൈ വോളിയാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എം എന്താണെന്ന് ചോദിച്ചാൽ, മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് സ്മോൾ ലെറ്റർ എം മാഗ്നറ്റിക് മൊമെൻറ്റ് ബൈ വോളിയാണ്. അതുപോലെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി വെക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് ബി ബൈ മ്യൂ ആണ്. മാഗ്നറ്റിക് ഫീൽഡാണ് ബി, മ്യൂ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. ഇനി എന്താ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് ചോദിച്ചാൽ അത് എം ബൈ എച്ച് ആണ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് ബി ബൈ എച്ച് ആണ്. നോക്കി വയ്ക്കുക, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ് മ്യൂ, പെർമിയബിലിറ്റി മ്യൂ, അത് ബി ബൈ എച്ച് ആണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡാണ്. എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡാണ്, മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ ബി ബൈ എച്ച് ആണ് മ്യൂ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ബി ബൈ എച്ച്. സസെപ്റ്റിബിലിറ്റി ആണ് കൈ, അത് എം ബൈ എച്ച് ആണ്, മാഗ്നറ്റൈസേഷൻ. ഓക്കെ, ബൈ എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. പറഞ്ഞിരിക്കുക സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എം ബൈ എച്ച്, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബി ബൈ എച്ച്. ബി എന്താ മ്യൂ എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ഇതൊന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ആ ഒരു പാഠത്തിൽ വരുന്നതാണ്. പെർമിയബിലിറ്റി മ്യൂ ആണ്, സസെപ്റ്റിബിലിറ്റി കൈ ആണ്. രണ്ട് നമ്മളുടെ ഇക്വേഷൻ മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടില്ല മോഡലിനെ, അതുകൊണ്ട് ഇത് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്കിവിടെ സി ആണ് ചോദിക്കണേ, കപ്പാസിറ്റൻസ് ആണ് ചോദിക്കണേ. സി കാണാനുള്ള ഇക്വേഷൻ ക്യൂ ബൈ വി ആണ്. ഇനി നമുക്ക് സൈഡിൽ കുറച്ച് ആൾക്കാർ എഴുതാനുണ്ട്. ആദ്യം സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. വിയുടെ ഇക്വേഷൻ ഇ ഡി ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ ഇട്ട് കൊടുക്കാം, സി ഈക്വൽ ടു ക്യൂ ബൈ വിയുടെ അവിടെ എന്തിട്ട് കൊടുക്കാം, ഇ ഡി. അടുത്ത സ്റ്റെപ്പിൽ ഇ എന്ന് പറഞ്ഞാൽ അത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ സി ഈക്വൽ ടു ക്യൂ ബൈ ഇ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ ബൈ എപ്സിലോൺ 0. എന്നിട്ട് ഡി എഴുതാം. ഇനി സിഗ്മ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ബൈ എ ആണ്. അപ്പോൾ നമുക്ക് സിഗ്മയ്ക്ക് ക്യൂ ബൈ എ ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പാസിറ്റൻസ് ഈക്വൽ ടു ക്യൂ ബൈ സിഗ്മയുടെ അവിടെ എന്തിട്ട് കൊടുക്കാം, ക്യൂ ബൈ എ. ഇനി താഴെ എപ്സിലോൺ 0യും ഡിയും എഴുതിയാൽ ക്യൂ ക്യൂ ക്യാൻസൽ ചെയ്താൽ കപ്പാസിറ്റൻസ് കിട്ടും. ഇത് മുകളിലേക്ക് കയറിയിട്ട് എ എപ്സിലോൺ 0 ബൈ ഡി. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ എ എപ്സിലോൺ 0 ബൈ ഡി. അതായത് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും, ഡിസ്റ്റൻസ് കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയും. സോ കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാളാണുള്ളൂ, ഏരിയയും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും. അതൊക്കെ നോക്കി. അപ്പോൾ എന്തൊക്കെ ചെയ്തത്, കപ്പാസിറ്റൻസ് ആണ് ചോദ്യം, ക്യൂ ബൈ വി. ആദ്യം വി ഈക്വൽ ടു ഇ ഡി. അപ്പോൾ വിയുടെ അവിടെ ഇ ഡി കൊടുത്തു, കണ്ടോ, ക്യൂ അതുപോലെ എഴുതി, വിയുടെ അവിടെ ഇ ഡി കൊടുത്തു. ഇനി ഇ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ നമ്മളിതാ ഇയുടെ അവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0 കൊടുത്തു. ബാക്കിയൊക്കെ അതുപോലെ എഴുതി, ക്യൂവും ഡി അതുപോലെ എഴുതി, ഇയുടെ അവിടെ മാത്രം സിഗ്മ ബൈ എപ്സിലോൺ 0 കൊടുത്തു. ഇനി സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ. അപ്പോൾ ഇതാ ക്യൂ ബൈ എ കൊടുത്തു. സിഗ്മയുടെ അവിടെ ഈ സിഗ്മ എന്നുള്ളിടത്ത് മാത്രം ക്യൂ ബൈ എ കൊടുത്തു. ബാക്കി ക്യൂവും ഡിയും എപ്സിലോൺ 0 ഒക്കെ എഴുതി. ക്യൂ ക്യൂ വെട്ടി കപ്പാസിറ്റൻസ് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ചെറിയ ചെറിയ ഡെറിവേഷൻസ്, സിമ്പിൾ ഡെറിവേഷൻസ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഇതേപോലെ ബാക്കി സെക്ഷൻസൊക്കെ പറ്റുന്നത്ര ടൈം നിങ്ങൾ നോക്കി പോവുക. ടെൻഷൻ മാറ്റി വയ്ക്കുക, നന്നായി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.